റയൽ മാഡ്രിഡ് വേഴ്സസ് ലിവർപൂൾ മാച്ച് ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് സ്റ്റേജ് ഡ്രോ കഴിഞ്ഞ സമയത്ത് എല്ലാവരും വെയിറ്റ് ചെയ്ത ആ ഒരു ഡ്രോ ചെയ്ത് റിസൾട്ട് മാച്ചസ് ഓരോന്ന് ഫിക്സ് ചെയ്ത സമയത്ത് എല്ലാവരും വെയിറ്റ് ചെയ്ത വൺ ഓഫ് ദ ബിഗ് മാച്ചാണ് ലിവർപൂൾ വേഴ്സസ് റയൽ മാഡ്രിഡ് മാച്ച്. അതും എവിടെയാണ്? ആൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. ഓക്കെ, ലിവർപൂളിനെ ആ ഒരു ചെങ്കോട്ടയിൽ അവിടെ ആൻഫീൽഡ് സ്റ്റേഡിയത്തിൽ പോയി പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല. കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം എന്താണ് നടന്നത് എന്നുള്ളത്. 2-0 എന്നുള്ള സ്കോറിന് പരാജയപ്പെടുന്നു റയൽ മാഡ്രിഡ്. അവിടെ മറ്റേ എംബാപ്പയ്ക്ക് നല്ല പോലെ ഒരു ട്രോളൊക്കെ വരുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഒരു അത്ര നല്ല റിസൾട്ട് അല്ലായിരുന്നു കഴിഞ്ഞ സീസണിൽ റയൽ മാഡ്രിഡിന് കിട്ടിയത്. പക്ഷേ കഴിഞ്ഞ സീസണിലുള്ള ഒരു റയൽ മാഡ്രിഡ് അല്ല ഈ ഒരു സീസണിലും. കഴിഞ്ഞ സീസണിലുള്ള ലിവർപൂൾ അല്ല ഇപ്പോൾ ഈ സീസണിലുള്ളത്. ഓക്കെ, കറണ്ട് ചാമ്പ്യൻസ് ലീഗ് സ്റ്റാൻഡിങ്സ് എന്ന് പറയുന്നത് റയൽ മാഡ്രിഡ് 5ാം സ്ഥാനത്താണ്. 3 മത്സരം കളിച്ചു, 3 വിജയിച്ചു. മാഴ്സിയെ, യുവൻറ്റസ്, പിന്നെ അതുപോലെ തന്നെ മറ്റേ കയാത്ത് അൽമാറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടീമിനേറ്റും വിജയിച്ചു. ലിവർപൂൾ ആണെന്നുണ്ടെങ്കിൽ 3 മത്സരത്തിൽ നിന്നും 2 മാത്രം വിജയിച്ചിട്ടുള്ളൂ. ഒരു മത്സരം പരാജയപ്പെട്ടിട്ട് ഗാലറ്റാസറിനോട് പരാജയപ്പെട്ടു. അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ 3-2 എന്നുള്ള സ്കോറിന് വിജയിച്ചു. പിന്നെ ഫ്രാങ്ക്ഫർട്ടിനെതിരെ 5-1 എന്നുള്ള സ്കോറിന് വിജയിച്ചു. പക്ഷേ ഗാലറ്റാസറിനോട് പരാജയപ്പെട്ടു. അതുകൂടാനിട്ട് ലിവർപൂളിൻ്റെ കറൻറ്റ് ഫോം എന്ന് പറയുന്നത് അത്ര നല്ല സുഖമുള്ളൊരു ഫോം അല്ല ആക്ച്വലി. ഓക്കെ, അവർ നമുക്കറിയാം ക്രിസ്റ്റൽ പാലസിനോട് 2-1 എന്നുള്ളൊരു സ്കോറിന് പരാജയപ്പെട്ട് തുടങ്ങിയതാണ്. ക്രിസ്റ്റൽ പാലസിനോട് പരാജയപ്പെടുന്നു, ഗാലറ്റാസറിനോട് പരാജയപ്പെടുന്നു, മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോട് പരാജയപ്പെടുന്നു, ചെൽസിനോട് പരാജയപ്പെടുന്നു. അവസാനം മറ്റേ എസ്തവാവിൻ്റെ ആ ഒരു വിന്നിങ് ഗോളിലൂടെ, മറ്റേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മാഗ്വയറിൻ്റെ ലാസ്റ്റ് ആ ഹെഡിങ് വിന്നിങ് ഗോളിലൂടെ. പിന്നെ അത് കഴിഞ്ഞ് ബ്രെൻഫോർഡിനോട് പരാജയപ്പെടുന്നു. പിന്നെ കർബാവോ കപ്പിൽ ക്രിസ്റ്റൽ പാലസിനോട് എഗെയിൻ 3-0 എന്നുള്ള സ്കോറിന് പരാജയപ്പെട്ട് കർബാവോ കപ്പിൽ നിന്ന് പുറത്താവുന്ന സംഭവം ശരിയാണ്. മറ്റേ എങ്കുമോഹു അതുപോലത്തെ കുട്ടികളെ വെച്ചിട്ടാണ് ലിവർപൂൾ കളിക്കാൻ ഇറങ്ങിയത്. പക്ഷേ അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. ഓക്കെ, സ്ലോട്ടിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. അപ്പോൾ അതിൽ നിന്നും പരാജയപ്പെട്ട് പുറത്താവുന്നു, കർബാവോ കപ്പിൽ നിന്നും പുറത്താവുന്നു. പിന്നെ ക്രിസ്റ്റൽ പാലസിനോട് കണ്ടിന്യൂസ് 3 മാച്ചസാണ് ഈ സീസണിൽ അവർ പരാജയപ്പെട്ടത്. മറ്റേ തുടക്കത്തെ ആ ഒരു കമ്മ്യൂണിറ്റി ഷീൽഡ് തന്നെയല്ലേ, ആ കമ്മ്യൂണിറ്റി ഷീൽഡ്, പിന്നെ പ്രീമിയർ ലീഗിലൊരു മാച്ച്, കർബാവോ കപ്പിലൊരു മാച്ച്, 3 മാച്ച് ക്രിസ്റ്റൽ പാലസിനോട് പരാജയപ്പെടുന്നു. അങ്ങനെ അത്ര നല്ല ഫോമിലല്ല കറൻറ്റ്ലി പൊയ്ക്കൊണ്ടിരിക്കും. ആക്ച്വലി നമുക്കറിയാം സ്ലോട്ടിൻ്റെ ആ ഒരു ടീം എന്ന് പറയുന്നത് സ്ലോട്ടിൻ്റെ ആ ഒരു ലിവർപൂൾ മാനേജ്മെൻറ്റും സ്ലോട്ടും കൂടി കഴിഞ്ഞ ട്രാൻസ്ഫർ മാർക്കറ്റിൽ 400 മില്യണോളമാണ് ചെലവഴിച്ചിട്ടുള്ളത്. അലക്സാണ്ടർ ഇസാക്ക്, ഫ്ലോറിയാൻ വിറ്റ്സ്, യൂഗോ എക്തിക്കെ, ഫ്രംപോങ്, കെരക്കസ്, അങ്ങനെ കുറേ മില്യൺസ് ആണ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ ചിലവഴിച്ചിട്ടുള്ളത്. സോ ലിവർപൂളിൻ്റെ ഓഡിയൻസിന് വളരെയധികം എക്സ്പെക്ടേഷൻസ് ഈ ഒരു ടീമിലുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ സീസണിൽ സ്ലോട്ട് കൊണ്ടുവന്ന ആ ഒരു മെൻറ്റാലിറ്റി, ആ ഒരു ടീമിൽ ലിവർപൂൾ ടീമിൽ ചേഞ്ച് ചെയ്ത ആ ഒരു മെൻറ്റാലിറ്റി അത് ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആയിരുന്നു. സോ ഭയങ്കര എക്സ്പെക്ടേഷൻസോട് കൂടിയായിരുന്നു ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ കഴിഞ്ഞപ്പോൾ കുറേ പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്നു. ഭയങ്കര എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു ലിവർപൂളിൻ്റെ ഓഡിയൻസ്. പക്ഷേ അത് അങ്ങനെയൊന്നും അല്ല കറൻറ്റ്ലി ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പ്രീമിയർ ലീഗ് എടുത്തു കഴിഞ്ഞാൽ ടോപ്പ് 4 പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ. ലാസ്റ്റ് ആസ്റ്റൺ വിയനോട് വിജയിച്ചിട്ടോ 2-0 എന്നുള്ള സ്കോറിന് വിജയിച്ചു. മുഹമ്മദ് സലീം അതുപോലെ റയാൻ അവർ 2 പേരും ഗോൾ സ്കോർ ചെയ്ത് ആസ്റ്റൺ വിയനോട് വിജയിച്ച് ആ ഒരു ബാക്ക് ഇൻ ഫോമിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് കണ്ടിന്യൂ ചെയ്ത് പോകണം. അതാണിപ്പോൾ സ്ലോട്ടിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്. കാരണം ഈ ഒരു ടീമിനെതിരെ ക്രിറ്റിസിസം വല്ലാതെ വരും. കാരണം ആ ഒരു എന്താ പറയുക, ഇത്രയും എക്സ്പെക്ടേഷൻസ് ആണല്ലോ ടീമിനുള്ളത്. അതുകൊണ്ട് അതിൻ്റേതായുള്ള ക്രിറ്റിസിസം സ്ലോട്ടിന് ഏറ്റു വാങ്ങേണ്ടി വരും. അപ്പോൾ ആ ഒരു ടീമും വെച്ചില്ല റയൽ മാഡ്രിഡിനെതിരെയാണ് കളിക്കാനുള്ളത്. റയൽ മാഡ്രിഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജയൻ്റാണ്. അവന്മാർ എൽ ക്ലാസിക്കോ ഒക്കെ വിജയിച്ച് നല്ല ഫോമിൽ നിൽക്കുന്ന, നല്ല സിങ്കായി വരുന്നുണ്ട് അവർ. ഓക്കെ, ലാ ലീഗ് എടുത്തു കഴിഞ്ഞാൽ ടോപ്പ് ഓഫ് ദ ടേബിൾ റയൽ മാഡ്രിഡ് ആണ്. ചാമ്പ്യൻസ് ലീഗ് എടുത്തു കഴിഞ്ഞാൽ 3-3 വിജയിച്ചിട്ടുണ്ട്. സോ എൽ ക്ലാസിക്കോയിൽ വിജയിക്കുന്നു. ആകെ ഒരു മാച്ച് പരാജയപ്പെട്ടത് ഈ ഒരു സീസണിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ റിയാദ് മെട്രോപൊളിറ്റോയിൽ 5-2 എന്നുള്ളൊരു സ്കോർ പരാജയപ്പെട്ടത് ഒഴിച്ച് കഴിഞ്ഞാൽ റയൽ മാഡ്രിഡ് ഈ ഒരു സീസണിൽ നല്ല പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരായിട്ടാണ് ഏറ്റുമുട്ടേണ്ടത്. ആൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് ലിവർപൂളിന് വിജയിച്ചേ പറ്റൂ. കാരണം ഒരു മത്സരം ഓൾറെഡി പരാജയപ്പെട്ടിട്ടുണ്ട്. സോ ഈ ഒരു മാച്ച് വിജയിച്ചേ പറ്റൂ. റയൽ മാഡ്രിഡ് ആണ് എന്നുണ്ടെങ്കിൽ ഇഞ്ചുറി ഇഷ്യൂസ് ഒന്നും വല്ലാതെ ഇല്ല. അപ്പോൾ ലിവർപൂളിന് അലക്സാണ്ടർ ഇസാക്കിന് ഇഞ്ചുറി ഇഷ്യൂ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ റയൽ മാഡ്രിഡിനെതിരെ വരുമോ ഇല്ലെന്നൊന്നും അറിയില്ല. ഇസാക്കും ലിവർപൂൾ അത്ര നല്ല ഫോമിലല്ല ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇസാക്കും പിന്നെ അതുപോലെ വിറ്റ്സ്, ഇവർ 2 പേരും അത്ര നല്ല ഫോമിലല്ല കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഭയങ്കരമായിട്ടുള്ള ക്രിറ്റിസിസം വരുന്നുണ്ട്. ഈ വിറ്റ്സിനെ മാത്രം കുറ്റം പറയുന്നത് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല കേട്ടോ. ഓക്കെ, അലക്സാണ്ടർ ഇസാക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ 9 മത്സരങ്ങളിൽ നിന്നും ആകെ ഒരു അസിസ്റ്റ് മാത്രമാണ്. ഒരു അസിസ്റ്റും ഒരു ഗോളും. ഓക്കെ, പ്രീമിയർ ലീഗിൽ ഒരു അസിസ്റ്റും EFL കപ്പിൽ ഒരു ഗോൾ മാത്രമാണ് അലക്സാണ്ടർ ഇസാക്ക് കൊണ്ടുവന്നത്. പ്രീമിയർ ലീഗിലൊന്നും ഇതുവരെ ഒരു ഗോൾ പോലും കണ്ടെത്താൻ പറ്റിയിട്ടില്ല അലക്സാണ്ടർ ഇസാക്കിന്. 150 മില്യൺ യൂറോ ഒക്കെ കൊടുത്തിട്ടാണ് ഇസാക്കിനെ കൊണ്ടുവന്നത്. വേൾഡിലെ ബെസ്റ്റ് ട്രാൻസ്ഫേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ടോപ്പ് 3ൽ 3ാമത്തത് നെയ്മറും എംബാപ്പയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അലക്സാണ്ടർ ഇസാക്കിനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ അത്രയും എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വിറ്റ്സിനാണെന്നുണ്ടെങ്കിൽ അത്ര എമൗണ്ട് ഒന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല. 3 അസിസ്റ്റ് എങ്ങാണ്ടായിട്ട് അദ്ദേഹം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗിൽ 2 EFL കപ്പിലൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്ര മോശം സംഭവം ശരിയാണ്. ഫ്ലോറിയാൻ വിറ്റ്സിൻ്റെ ഒരു ക്ലാസ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് മോശം പെർഫോമൻസ് തന്നെയാണ്. പക്ഷേ വിറ്റ്സ് തിരിച്ചു വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്റ്റിൽ അദ്ദേഹം
ബാക്ക് ഇൻ ഫോമിലോട്ട് വരുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇസാക്കിനെയും കൂടെ, ഇസാക്ക് വൻ മോശമാണ്. അദ്ദേഹം മറ്റേ ന്യൂകാസിൽ യുണൈറ്റഡിൽ നിന്ന് ലിവർപൂളിലോട്ട് വന്നത് നമുക്കറിയാം. അവിടെ നിന്ന് മറ്റേ വാശി പിടിച്ച് ഞാൻ കളിക്കില്ല, വേറെ കളിയൊന്നും കളിക്കില്ല, ലിവർപൂളിലോട്ട് തന്നെ പോകണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് അവസാനം മറ്റേ ട്രാൻസ്ഫർ മാർക്കറ്റ് അവസാന നേരമാണ് ന്യൂകാസിൽ യുണൈറ്റഡ് അദ്ദേഹത്തെ കൊടുത്തത്. അപ്പോൾ അങ്ങനെ വന്നൊരു പ്ലെയർ അതിൻ്റേതായിട്ടുള്ളൊരു ഫോം കീപ്പ് ചെയ്യണം. ഇപ്പോൾ ഇഞ്ചുറി ഇഷ്യൂ ഉണ്ട്, അറിയില്ല എന്താവും എന്നുള്ളത്. സോ റയൽ മാഡ്രിഡിനെയാണ് ലിവർപൂളിന് ഇനി മുട്ടാനുള്ളത്. റയൽ മാഡ്രിഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു കിടലിനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഗോൾ കീപ്പർ തിബോ കോർട്ടുവ അദ്ദേഹത്തെ മറികടന്ന് ഗോൾ സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അത് ആക്ച്വലി. പിന്നെ ഹ്യൂസൺ മിലിറ്റാവോ നല്ല കോമ്പിനേഷൻ ഇപ്പോൾ ആ ഒരു ഡിഫൻസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഫെഡെ വാൽവർദെയാണ് റൈറ്റ് ബാക്ക് അധികമായിട്ടുണ്ടാവുക. ചിലപ്പോൾ മേ ബി ട്രെൻഡ് ചിലപ്പോൾ മേ ബി കളിച്ചേക്കാം. അത് വളരെ വലിയൊരു കാര്യമാണ്. അത് ലിവർപൂളിൻ്റെ ഓഡിയൻസ് എങ്ങനെ ആ ഒരു ട്രെൻഡിനെ റയൽ മാഡ്രിഡ് ജയിച്ചില്ല അവിടെ കാണുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതെന്ന് അറിയില്ല. ട്രെൻഡ് എന്തായാലും ഇഞ്ചുറിയൊക്കെ കഴിഞ്ഞ് ബാക്ക് ഇൻ ട്രെയിനിങ്ങിലോട്ട് എത്തിയിട്ടുണ്ട്. സോ അദ്ദേഹത്തെ ഇറക്കോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. അദ്ദേഹത്തിന് ആൻഫീൽഡ് സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ വളരെ പരിചിതമായ ഒരു സ്റ്റേഡിയമാണ് ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡിനെ സംബന്ധിച്ചിടത്തോളം. സോ അദ്ദേഹത്തെ ആ ഒരു റൈറ്റ് ബാക്കിൽ ഇറക്കോ ഇല്ലേ നമ്മളെല്ലാവരും നോക്കി കാണണം. ഇതുവരെ ഇത് വെച്ചിട്ട് ഫെഡെ വാൽവർദേനെ തന്നെ ഇറക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരവാഹൾ ഓൾറെഡി ഇഞ്ചോർഡായി. പിന്നെ ഒരു ഓപ്ഷനിൽ ട്രെൻഡാണ് ഇഞ്ചുറി ഇഷ്യൂ കഴിഞ്ഞ് വരുന്നേ ഉള്ളൂ അദ്ദേഹം. പിന്നെ ലെഫ്റ്റ് ബാക്കായിട്ട് കരേരാസ്. ഓക്കെ, ആ ഒരു ട്രെൻഡിൻ്റെ ഒരു വരവ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കട്ടെ. കേട്ടോ, എങ്ങനെയാണ് ലിവർപൂളിൻ്റെ ഓഡിയൻസ്, അദ്ദേഹത്തെ ആൻഫീൽഡിൽ ഓഡിയൻസ് എങ്ങനെയാണ് ഈ ഒരു ട്രെൻഡിനെ എങ്ങനെയാണ് കാണുക എന്നുള്ളത് ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് ആണ്. ഓക്കെ, പിന്നെ കരേരാസ് ലെഫ്റ്റ് ബാക്കിൽ നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വെച്ചമിനി, ഗൂളർ, ബെല്ലിംഗാം ഇവർ 3 പേരും മിഡ്ഫീൽഡിൽ നല്ലപോലെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിനി ജൂനിയർ, എംബാപ്പെ, ഓക്കെ ബാലൻഡിയോർ സീസണിനൊക്കെ റേസ് ചെയ്തിരിക്കുന്ന ഒരു സീസണാണ് എംബാപ്പയെ സംബന്ധിച്ചിടത്തോളം. വിനി ജൂനിയറും മോശമൊന്നുമല്ല. ഓക്കെ, അദ്ദേഹം നല്ല ഫോമിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. റൈറ്റിൽ മിക്കവാറും മസ്തൻത്വാനമായിരിക്കും. പിന്നെ ആ ഒരു സമയത്ത് ഇപ്പോൾ നമുക്ക് എൽ ക്ലാസിക്കോയിൽ നമുക്ക് ഓർമ്മയുണ്ട് കനവിങ്കനൊക്കെ ആയിരുന്നു റൈറ്റ് വിങ് ആയിട്ട് സാബി അലൻസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ലിവർപൂൾ ടീമിനനുസരിച്ച് എന്താണോ സാബി അലൻസോ ആ സമയത്ത് ടാക്ടിക്സിൽ അദ്ദേഹത്തിന് എന്താണോ തോന്നുന്നത് അതുപോലെ ആയിരിക്കും ഇറക്കിയിട്ടുണ്ടാവും. എന്തായാലും മസ്തൻത്വാനാണ് നമ്മളെല്ലാവരും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്താവുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഹൈ പേസ്ഡ് കളിയായിരിക്കും. നമുക്കെല്ലാവരും നല്ല എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. ഒരു തീ കളിയാവട്ടെ, നമുക്കൊരു നല്ല എൻ്റർടൈൻമെൻറ്റ് കിട്ടട്ടെ ഈ ഒരു മാച്ചിൽ. ലാസ്റ്റ് എന്താ പറയുക, ഹിസ്റ്ററിയൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ ബെൻസമയൊക്കെയുള്ള സമയത്ത് 5-2 എന്നുള്ളൊരു സ്കോറിനൊക്കെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് ആൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. കഴിഞ്ഞ സീസണിൽ 2-0 എന്നുള്ള സ്കോറിന് ലിവർപൂൾ വിജയിച്ചേക്കാണ്. ഒരു ഈക്വലാണ് ഓൾമോസ്റ്റ്. ഓക്കെ, കറക്റ്റ് ഹിസ്റ്ററി എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, ഞാൻ എൻ്റെ ഒരു പ്രഡിക്ഷൻ വെച്ച് പറഞ്ഞതാണ്. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ആൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വി ഓൾ ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ് മാച്ച്. ഓക്കെ, അതൊരു കിട്ടില്ല മത്സരമാവട്ടെ, നമുക്ക് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് കിട്ടട്ടെ. ആര് വിജയിക്കും എന്നുള്ളത് നിങ്ങൾ വേണേൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കും. താങ്ക് യു സോ മച്ച്.